ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. നാം സന്തോഷം അനുഭവിക്കുന്നവരാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ നാം നോക്കുമ്പോൾ സന്തോഷം ഒട്ടുമില്ലാത്തവരുണ്ട്. മറിച്ച് നിരാശയിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അസന്തുഷ്ടിയിലും നിരാശയിലും സന്തോഷമില്ലായ്മയിലും കഴിയുന്ന വലിയൊരു കൂട്ടം ജനം. എന്നാൽ അല്പസ്വല്പ സന്തോഷമൊക്കെ അനുഭവിക്കുന്നവരുണ്ട് ചിലർ. കുറച്ചുകൂടി സന്തോഷം അനുഭവിക്കുന്നവർ വേറെ കുറച്ച് പേരുണ്ട്. സന്തോഷം കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും വേണ്ടതുപോലെ സന്തോഷം കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് മനസ്സ് വാടിയിരിക്കുന്നവരുണ്ട്. ഇങ്ങനെ സമ്മിശ്രമായ വലിയൊരു കൂട്ടത്തിൻ്റെ മധ്യത്തിൽ പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്നവരുണ്ട്. അഥവാ ആ പൂർണ്ണ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു എന്ന് അതിലൊരു വാക്യമുണ്ട്. കർത്താവിന് സ്തോത്രം. പൂർണ്ണ സന്തോഷം തരുന്ന ദൈവം, പൂർണ്ണ സന്തോഷം തരുന്ന വചനം, പൂർണ്ണ സന്തോഷം തരുന്ന പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം പൂർണ്ണ സന്തോഷം നമുക്ക് തരും. ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. കർത്താവിന് സ്തോത്രം. സന്തോഷം എങ്ങനെയാണ് ഈ പൂർണ്ണ സന്തോഷത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നത്? അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്. ആ വചനത്തെ എങ്ങനെയെല്ലാമാണ് അപ്പോസ്തലൻ വിവരിച്ചിരിക്കുന്നത്? ആ വചനം ആദ്യം മുതലുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതും ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നാണ്. യോഹന്നാൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ആദ്യം മുതലുള്ളത്. അതെന്താണെന്ന് വിവരിച്ചിട്ടില്ല, പിന്നീടാണത് വിവരിക്കുന്നത്. എന്നാൽ സുവിശേഷത്തിൽ പറഞ്ഞു ആദിയിൽ വചനമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം മുതലുള്ള വചനം, ആ വചനം ഞങ്ങൾ കേട്ട വചനമാണ്. മാത്രമല്ല സ്വന്തം കണ്ണുകൊണ്ട് കണ്ട വചനമാണ്. എന്താ ഈ സ്വന്തം കണ്ണുകൊണ്ട് കാണുക എന്ന് പറഞ്ഞത്? മനുഷ്യജീവിതത്തിൽ വചനം പ്രവർത്തിക്കുന്നത് കാണുന്നു, സ്വന്തം ജീവിതത്തിൽ വചനം രൂപാന്തരം കൊടുക്കുന്നത് അനുഭവിക്കുന്നു, അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് കാണുന്നു. ഇല്ലേ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കുന്ന വചനം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും 4 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചതും ഇങ്ങനെ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തതും എത്രയെത്ര മഹാത്ഭുതങ്ങളാണ് ഈ തിരുവചനത്തിലൂടെ കർത്താവ് ചെയ്തത്. എല്ലാം അപ്പോസ്തലന്മാർ കണ്ടു, യോഹന്നാനും കണ്ടു. യോഹന്നാൻ അതിനെക്കുറിച്ച് സാക്ഷീകരിക്കുകയാണ്. ആദ്യമുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്. ആ ജീവൻ്റെ വചനത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഈ വചനം ജീവനാണ്. ഈ വചനം ജീവൻ ഉളവാക്കുന്നതാണ്. ജീവൻ നഷ്ടപ്പെട്ടു പോയവർക്ക് ജീവൻ മടക്കി കൊടുക്കുന്നതാണ് ഈ വചനം. വചനത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, വലിയൊരു കൂട്ടം അസ്ഥി, ആ അസ്ഥി ഛിന്ന ഭിന്നമായി കിടക്കുന്നു താഴ്വരയിൽ. അത് ഏറ്റവും വലുതായിരുന്നു. അവരസ്ഥി മറ്റേ അസ്ഥിയിൽ നിന്ന് വേർപെട്ട് എവിടെയൊക്കെയോ കിടക്കുകയാണ്. ജീവനുള്ള ദൈവം പ്രവാചകനോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകന് തന്നെ അത്ഭുതം, അസ്ഥികൾ ജീവിക്കുമോ? യഹോവയായ കർത്താവ് അവിടുന്ന് അറിയുന്നു. പക്ഷേ ജീവനുള്ള ദൈവം പ്രവാചകനെ വിട്ടില്ല. നീ അസ്ഥികളോട് പ്രവചിച്ച് പറയേണ്ടത് എന്തെന്നാൽ, പ്രവചനം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അസ്ഥികളുടെ മേൽ പ്രവചനം പറയുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത കൃപ. അതേ, എന്താണ് ഇതിൻ്റെയൊക്കെ ആത്മീയ അർത്ഥം? ജീവൻ നഷ്ടപ്പെട്ട്, ചൈതന്യം നഷ്ടപ്പെട്ട് അസ്ഥിക്കുംഭാരങ്ങളായി കിടക്കുന്ന മനുഷ്യജീവിതങ്ങളെ ജീവനുള്ളതാക്കുവാൻ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രവാചകൻ കാണുകയാണ്, അസ്ഥിയോട് വന്നു ചേരുന്നു. എവിടെയോ ചിന്നിച്ചതി കിടന്ന അസ്ഥികൾ അത് പരസ്പരം വന്ന് കൂട്ടി യോജിക്കുന്നു. ഒരു മനുഷ്യൻ്റെ പൂർണ്ണ അസ്ഥിപഞ്ചരം, ആ അസ്ഥിയുടെ പൂർണ്ണ രൂപത്തിലേക്ക് വരുന്നു. പിന്നീട് നോക്കുമ്പോൾ
പ്രവാചകൻ നോക്കുമ്പോൾ അവിടെ മാംസം വരുന്നു, ഞരമ്പുകൾ വരുന്നു, ത്വക്ക് വരുന്നു. എല്ലാം വചനത്തിലൂടെയാണ് നടക്കുന്നത്. വചനത്തിൻ്റെ ശക്തി. ദൈവനാമോത്തപ്പെടട്ടെ. വീണ്ടും ജീവനുള്ള ദൈവം പറഞ്ഞു, നീ പ്രവചിക്കുക, കാറ്റേ നീ 4 ദിക്കുകളിൽ വന്ന് ഈ നിഹതന്മാരുടെ മേൽ ഊതുക. കാറ്റ് വന്നു ഊതി. അതും വചനത്തിൻ്റെ ശക്തിയാണ്. ആ വചനത്തിൻ്റെ ശക്തിയാൽ മരിച്ച് അസ്ഥികൾ ഛിന്നഭിന്നമായി കിടന്ന ആ വലിയൊരു കൂട്ടം ഒരു സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുന്നു. അതാണ് വചനത്തിൻ്റെ ശക്തി. ഇന്ന് തകർന്നുപോയ ജീവിതങ്ങൾ ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? ജീവിതം തകർന്നുപോയി. ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിൽ വന്ന ചില പാപങ്ങൾ മുഖാന്തരമാകാം. അരുതായ്മ വന്നതുമൂലം ജീവിതം തകർന്നു. നോക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നില്ല. സ്വന്തം ശരീരം തിന്മയ്ക്കും അശുദ്ധിക്കും എല്ലാം വിട്ടുകൊടുത്തവർ, സ്വന്തം ഗർഭപാത്രം ശവപ്പറമ്പാകാൻ വിട്ടുകൊടുത്തവർ. നിങ്ങൾക്ക് മനസ്സിലായോ? അബോർഷൻ എന്ന് ആളുകൾ പറഞ്ഞ് ലഘുവായി കാണുന്ന സ്വന്തം ഗർഭപാത്രം ശവപ്പറമ്പായിത്തീരുന്ന ഹീനകൃത്യം കൊലപാതകം തന്നെയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ കൊല ചെയ്യുന്നുവോ അതുപോലെ തന്നെ കഠോരവും, അതുപോലെ തന്നെ ഹീനവും, അതുപോലെ തന്നെ പാപം നിറഞ്ഞതുമാണ് അബോർഷൻസ്. മനുഷ്യരറിയുന്നില്ല, എന്നാൽ തിരുത്താൻ കഴിയുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നിരാശയാണ്. അങ്ങനെ വേണ്ടായിരുന്നു, സംഭവിക്കരുതായിരുന്നു. നിരാശയുടെ കയത്തിൽ ആണ്ടുപോയി ജീവിതം തകർന്നു പോയവരാരെങ്കിലും ഉണ്ടോ? ഭൗതിക ജീവിതത്തിലേക്ക് വന്നപ്പോൾ കടക്കണിയിൽ വീണുപോയി, ജീവിതം തകർന്നു. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഐക്യമായിരുന്നു, പക്ഷേ ഇപ്പോൾ അകന്നു കഴിയുന്നു. ജീവിതം ഛിന്നഭിന്നമായി, കുടുംബജീവിതം തകർന്നു കിടക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ജീവിതം തകർന്നു കിടക്കുന്നു. എന്നാൽ തകർന്ന ജീവിതങ്ങളെ കൂട്ടിയിണക്കുവാൻ ഈ വചനത്തിന് കഴിയും. സന്തോഷം നഷ്ടപ്പെട്ടവർക്ക് സന്തോഷം മടക്കി കൊടുക്കാൻ ഈ വചനത്തിന് കഴിയും. വചനത്തിൻ്റെ അത്ഭുത കൃപ, വചനത്തിൻ്റെ ചൈതന്യം, വചനത്തിൻ്റെ അത്ഭുതകരമായ സ്വർഗീയമായ പ്രവർത്തനം. കർത്താവിന് സ്തോത്രം. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ആദ്യമുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടിയിരുന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യക്ഷമായ ജീവൻ ഏതാണ്? അത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വചനം ജീവനായി പ്രത്യക്ഷമായി, അതാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ കണ്ട് സാക്ഷീകരിക്കുന്നു. പിതാവിനോട് കൂടി ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ ജീവനെ, നിത്യജീവൻ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അതേ, ഈ ക്രിസ്തു ഹൃദയത്തിലേക്ക് വരുമ്പോൾ നിത്യജീവൻ ലഭിക്കുന്നു. എന്തൊരു വലിയ അത്ഭുതങ്ങളാണ് ഈ തിരുവചനത്തിലൂടെ നടക്കുന്നത്. അതേ, ഒരു മനുഷ്യൻ രക്ഷയിലേക്കും, ഒരു മനുഷ്യൻ വിശുദ്ധീകരണത്തിലേക്കും, ഒരു മനുഷ്യൻ തേജസ്കരണത്തിലേക്കും, അങ്ങനെ സ്വർഗീയമായ ദൈവിക നന്മകളും കൃപകളും അനുഭവിക്കാൻ മുഖാന്തരം ഈ വചനക്കേൾവിയിലൂടെയാണ് തുടങ്ങുന്നത്. വചനക്കേൾവി, അതാണ് വചനത്തിൻ്റെ ശക്തി. ഒരു മനുഷ്യനിൽ ദൈവത്തിന് വചനം ചെന്ന് തൊടുമ്പോൾ അത്ഭുതകരമായ മാറ്റം വരുന്നു. നിരാശപ്പെട്ടിരിക്കുന്നവരുടെ തല താണു പോയവരുടെ തല ഉയരുന്നു. അവർ സന്തോഷം കൊണ്ട് ആനന്ദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് പ്രത്യക്ഷനായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുന്നു. ക്രിസ്തു, നിത്യജീവൻ തരുന്ന ക്രിസ്തു, നിത്യജീവനായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ നിങ്ങളോട് അറിയിക്കുകയാണ്. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടത് നിങ്ങളോട് അറിയിക്കുന്നു. 3-ാം വാക്യം, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തോടുള്ള കൂട്ടായ്മ. പിതാവിനോട് കൂട്ടായ്മയുണ്ടെങ്കിൽ പുത്രനോട് കൂട്ടായ്മയുണ്ട്, പുത്രനോട് കൂട്ടായ്മയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയുണ്ട്. ഇത് ഇൻ്റർ കണക്റ്റഡ് ആണ്. കർത്താവിൻ്റെ സ്തോത്രം. പിതാവിനോട് മാത്രമല്ല, പുത്രനോട് മാത്രമല്ല, പരിശുദ്ധാത്മാവിനോട് മാത്രമല്ല, ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവിനോടുള്ളതായ ആ ഒരു ഐക്യതയിൽ തികഞ്ഞ സ്നേഹബന്ധം. ആ സ്നേഹം എന്തിലേക്ക് നയിക്കും? പൂർണ്ണമായ സന്തോഷത്തിലേക്ക് നയിക്കും. ദൈവത്തിന് സ്തോത്രം. ചിതറിക്കിടന്ന ചില ആശയങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നാൽ ഒന്ന് ക്രോഡീകരിച്ച് പറയട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവം, വചനമാവുന്ന ദൈവം നിങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. സന്തോഷം ലഭിക്കാൻ വേണ്ടി സിനിമ കണ്ട് മാറി മാറി കണ്ട് തിയേറ്ററുകളിൽ നിന്ന് തിയേറ്ററിലേക്ക് പോയി മാറി മാറി സിനിമകൾ കണ്ട് ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും തേർഡ് ഷോയും വേണമെങ്കിൽ, അല്ല ഉച്ചയ്ക്കുള്ളതും മോർണിംഗും
എല്ലാം കണ്ടിട്ടും നിരാശപ്പെട്ടിരിക്കുന്ന യൗവനക്കാരാ. മദ്യം മാറി മാറി കുടിച്ചിട്ടും കഞ്ചാവും ലഹരി പദാർത്ഥങ്ങൾ മാറി മാറി ഉപയോഗിച്ചിട്ടും സന്തോഷം ലഭിക്കാതെ നിരാശയുടെ നെടുവേർപ്പെടുന്ന മാന്യ സുഹൃത്തെ, ഈ യേശുവിലേക്ക് വരൂ, വചനത്തിലേക്ക് വരൂ. നിനക്ക് സന്തോഷമല്ലേ വേണ്ടത്? മകനെ, നീ എന്തിന് നിൻ്റെ ആയുസ് കളയണം? നിൻ്റെ പണം കളയണം? നിൻ്റെ ആരോഗ്യം കളയണം? നിൻ്റെ സൽപ്പേര് കളയണം? നിൻ്റെ ബുദ്ധി എന്തിന് വൈകൃതമാക്കി കളയണം? നീ വരൂ യേശുവിലേക്ക്. പ്രിയപ്പെട്ട യൗവനക്കാരി, നിൻ്റെ വിലപ്പെട്ട ജീവിതം നീ എന്തിനു നശിപ്പിക്കണം? നിനക്ക് വിലയേറിയതായി ദൈവം തന്നത് നീ എന്തിന് നഷ്ടപ്പെടുത്തി കളയണം, നശിപ്പിച്ച് കളയണം? നിനക്ക് സന്തോഷമല്ലേ വേണ്ടത്? അതേ സന്തോഷമല്ല, പൂർണ്ണ സന്തോഷം തരാൻ യേശുവിന് കഴിയും. നമ്മെ ആനന്ദിപ്പിക്കാൻ യേശുവിന് കഴിയും. ഉള്ളം നിറച്ച് ഒരലൗകിക സമാധാനവും സന്തോഷവും ആനന്ദം കൊണ്ട് നിറയ്ക്കാൻ ഈ യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് കഴിയും. യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഈ വചനത്തിലേക്ക് വരൂ. ഈ വചനം ക്രിസ്തുവാണ്. നിങ്ങൾ ദൈവത്തിലേക്ക് വരൂ. നിങ്ങൾ ഈ ത്രിയേക ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരൂ. എന്തൊരു നല്ല ആഹ്വാനമാണത്! പേർപ്പെട്ടവരെയും മാടി വലിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. പത്രോസ് എഴുതി, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയരെ, നിങ്ങൾ ഈ വചനം കേൾക്കണം. ജീവൻ്റെ വചനമാണിത്. ജീവൻ ഉളവാക്കുന്ന വചനമാണിത്. പാപം ചെയ്ത ആത്മാവിൽ മരിച്ചുപോയ മനുഷ്യന് ജീവൻ പ്രദാനം ചെയ്യുന്നതാണ് ഈ തിരുവചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനമാവുന്ന ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ നിങ്ങൾക്ക് മനസ്സോ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് തീമോത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. സത്യവചനം, മാറ്റമില്ലാത്ത വചനം, രൂപാന്തരം തരുന്ന വചനമാണ്. ഈ വചനത്തിൽ ആശ്രയിക്കൂ. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ കിട്ടും. ഒരിക്കൽ ആത്മസന്തോഷം കിട്ടിയവർ, രക്ഷയുടെ സന്തോഷം ഉണ്ടായിരുന്നവർ, എന്നാൽ ദാവീദിനെ പോലെ ചില അബദ്ധങ്ങളിൽപ്പെട്ടു, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. ദാവീദ് പ്രാർത്ഥിച്ചു, ഞങ്ങൾ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കിത്തരണമേ, തിരികെ തരണമേ. കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിലും മനസ്സിലും, നിങ്ങളുടെ ജീവിതത്തിലും, നിങ്ങളുടെ കുടുംബജീവിതത്തിലും, നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലും, നിങ്ങളുടെ ദൈവവേലയോടുള്ള ബന്ധത്തിലും നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നുവോ അവിടെയെല്ലാം നിങ്ങളെ സന്തോഷങ്ങൾ നിറയ്ക്കാൻ യേശു നിങ്ങളെ വിളിക്കുന്നു. യേശു സന്തോഷം തരും, വെറുതെ പറയുകയല്ല, നിങ്ങൾക്ക് ആനന്ദം തരും. ഉള്ളിൽ തുള്ളിച്ചാടുന്നൊരനുഭവം. കാരണം എന്താ? യേശുവുണ്ട്, യേശു കൂടെയുണ്ട്, വചനമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പിതാവാം ദൈവമുണ്ട്, പുത്രൻ തമ്പുരാനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഒരു വിശ്വാസിയുടെ ധൈര്യം അതാണ്, ഒരു വിശ്വാസിയുടെ ഉറപ്പതാണ്, ഒരു വിശ്വാസിയുടെ സന്തോഷം അതാണ്. ഈ മഹാസന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് വരാമോ? അതിന് മറ്റൊന്നും ചെയ്യേണ്ട പ്രിയരെ, യേശുവിനെ സ്വീകരിച്ചാൽ മതി. യേശു ഉണ്ടെങ്കിൽ പിതാവുണ്ട്, യേശു ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട്. യേശുവിൻ്റെ രക്ഷിതാവും കർത്താവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാമോ? നാഥാ, ഞാൻ പാപത്തോട് യാത്ര പറഞ്ഞ് യേശുവിനെ എൻ്റെ സ്വന്തം കർത്താവുമായി സ്വീകരിക്കുന്നു. യേശുവിൻ്റെ കർത്താവെന്ന് ഞാൻ വായ്കൊണ്ട് ഏറ്റുപറയുന്നു. പിതാവാം ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാഥാ, എനിക്ക് രക്ഷ തരണം, രക്ഷയുടെ സന്തോഷം തരണം, ആനന്ദം തരണം, ആനന്ദത്തിൻ്റെ പൂർണ്ണത തരണം, സന്തോഷം തരണം, പൂർണ്ണ സന്തോഷം തരണം. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കൂ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയുവാൻ, പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളേവരെയും നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.